നല്ലപോലെ പഠിക്കായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി. പിന്നെ നമ്മള് പുസ്തകം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു, അതുപോലെ പഠിപ്പിക്കുന്ന ആളായിരുന്നു കേട്ടോ. എനിക്ക് ഫിസിക്സിനും കെമിസ്ട്രിക്കും ആ ഏറ്റവും കൂടുതൽ മാർക്ക് 10th എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് 50 എനിക്ക് കെമിസ്ട്രിക്ക് 43യും പിന്നെ ഫിസിക്സിന് 42. എനിക്ക് 4 മാർക്ക് കൂടെ ഫിസിക്സ് കിട്ടിയത്. പടം ഈ ഇലക്ട്രോണിക്സിനകത്തെ ലാസ്റ്റ് ഈ നമ്മുടെ ട്രാൻസ്മിഷനൊക്കെ ഉള്ള ഇതുണ്ടായിരുന്നു, അറിയാവോ? ആ പടം പക്ഷെ അതൊരിക്കലും ചോദിക്കത്തില്ലായിരുന്നു. ആ പടമാണ് ചോദിച്ചത്. അത് നമ്മൾ ആരും പഠിക്കാതെ വിട്ട ഒരു പടമാണ്. അങ്ങനെ ആ പടം വരയ്ക്കാൻ പറ്റാതെ പോയിട്ട് 4 മാർക്ക് പോയി. അതെനിക്ക് 46 മാർക്ക് കിട്ടിയത്. എനിക്ക് ഫിസിക്സ് കെമിസ്ട്രിയാണ് 10th ഏറ്റവും മാർക്ക്. മോനോ? ഇംഗ്ലീഷ് ഞാനും ഒരിക്കലും നോട്ടൊന്നും എഴുതത്തില്ലായിരുന്നു, തന്നെത്താനെ എഴുതുമായിരുന്നു. ഇംഗ്ലീഷ് ഒരിക്കലും എനിക്ക് നോട്ടില്ലായിരുന്നേ. ആ 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 അല്ല മോന് പഠിക്കൂ അങ്ങനെ, അതുകൊണ്ടാണല്ലോ ഗവൺമെന്റ് എന്ത് എന്ത് PSC ടെസ്റ്റ് എഴുതിയത്. അപ്പം ഈ എന്തോ ജനറൽ നോളജ് പഠിക്കണമായിരുന്നോ? ആ 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 പി ആ ആ ആ ആ ആ അതാ നീ അങ്ങനെ പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ലല്ലോ. നമുക്ക് അറിയാവുന്നത് എന്തുമാത്രം ജനറൽ നോളജ് കാണാൻ പഠിക്കണം. എനിക്ക് കാണാൻ പഠിക്കുന്ന വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു ഫീൽഡിനോട്ടൊന്നും താല്പര്യമില്ല. ആ ആ ആ ആ ആ ആ ആ അതെ അതെ. ചിലവരുണ്ട് മോനെ, അയ്യോ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ദാന്ന് പറഞ്ഞ് തുടങ്ങി അവർക്ക് ആ ദീ എന്നുള്ള വേർഡ് കിട്ടിയില്ലെങ്കിൽ മറന്നു പോയത്. അങ്ങനെയുള്ളവരുണ്ട്, അറിയോ അത്? ആ പോയി. ആ അതെ അതെ. ആ 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 ശരിയായി. പിന്നെ ഭാഗ്യം, ലക്ക് എന്ന് പറയുന്നത്. അതെ, അത് പിന്നെ ഈശ്വരന്റെ ഇതാണല്ല. ആ ആ ആ അത് നമ്മൾ മോൻ പറഞ്ഞില്ലേ മോനെ നിങ്ങള് ഇപ്പൊ എല്ലാ മാസം അമ്പലത്തിലൊക്കെ പോകാൻ വരുമായിരുന്നില്ലേ. വരണം വരണം. ഇപ്പൊ ഈ ഉത്സവം ഉണ്ട് മോനെ, ഒരു ദിവസം വാ. 28-ാം തീയതി ഉത്സവം. അപ്പൊ അതിന് മുമ്പ് ഒരു ദിവസം വാ, നമുക്ക് അമ്പലത്തിൽ പോകാം കേട്ടോ. മോളെയും കൂട്ടി വാ. ആ ആ അതെ. ഇത് ജനുവരി കഴിഞ്ഞില്ല, ഇതിപ്പോ ഫെബ്രുവരി. അല്ലല്ല, ഈ ഫെബ്രുവരിയിലാ മിക്കവാറും ഉത്സവങ്ങൾ. ആ ആ ഒരു പറ
ചെയ്ത് ഒരു പറയണം ഈ ഇവന്റെ വസ്തു കിട്ടാതെ ഇവിടെ ഞാൻ വിളിച്ച് പറയാം കേട്ടോ വരാനെ. നമ്മൾ ഈ സപ്താഹം ഒക്കെ തുടങ്ങുന്ന ദിവസം ഉണ്ട്. അപ്പൊ സപ്താഹത്തിനൊക്കെ വന്നാൽ ഒരു ദിവസം ഊണ് കഴിക്കട്ടെ, ആർക്കിടെയോ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി ഒക്കെ പോയി കഴിച്ചു വരാം. ആ കേട്ടോ. ആ ആ ഊണൊക്കെ ആയോ? ഇല്ലില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ മോനെ. അപ്പൊ ഇടയ്ക്ക് വിളിക്കും, ഞാൻ ഇട്ട് തരാം ഹവാന സിൻഡ്രോം എന്തൊക്കെയാണ് ഇവരുടെ പരിപാടി എന്നുള്ളതെല്ലാം. പഠിക്കുന്ന എപ്പോഴും നല്ലതാണ്. ഈ ജന്മത്തിലേക്ക് മാത്രമല്ല, ഇപ്പൊ നമ്മൾ അക്വയർ ചെയ്യുന്ന എന്ത് സ്കില്ലും ഉണ്ടല്ലോ, അതറിയാവോ? ആ വരുമെന്ന് നമുക്ക് 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 അത് നമ്മുടെ ഇൻഹറന്റ് ആയിട്ട് കിട്ടും. മനസ്സിലായോ? ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്നും നമുക്ക് എല്ലാം ഇൻഹറന്റ് ആയിട്ട്. അതൊക്കെ ചിലർ കേട്ടിട്ടില്ല എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ചിലവർക്ക് ലാംഗ്വേജ്, ചിലർക്ക് അധികമൊന്നും കഷ്ടപ്പെടാതെ ചിലവർക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഭയങ്കര ഫ്ലുവന്റ് ആയിട്ട്. അതൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എവിടെയാണ് ജനിച്ചതെന്നോ നമ്മൾ യൂസ് ചെയ്ത ഏത് ലാംഗ്വേജ് ആണെന്നൊന്നും അറിയില്ലല്ലോ. മനസ്സിലായോ? ഞാനൊരു എക്സാമ്പിൾ പറയാം. എന്റെ മോള്, അവൾക്ക് ഈ തെലുങ്ക് ഭയങ്കരമായിട്ട് അറിയാം. എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവൾ പഠിച്ചിട്ടേ ഇല്ല, അവിടെ പോയിട്ടുമില്ല. അതെങ്ങനെയാണ്? ഭയങ്കര എക്സാമ്പിൾ അല്ലേ അത്? അവൾ നന്നായിട്ട് അറിയാം തെലുങ്ക്. എങ്ങനെ അറിയാം? അതാണ് നമുക്ക് എന്തോ നമ്മൾ എവിടെയാണ് കഴിഞ്ഞ നമുക്കൊരു ജന്മം കഴിഞ്ഞത് എന്തായാലും ഉണ്ട്. നമുക്ക് എനിക്കൊരു എക്സാമ്പിൾ എനിക്കറിയാം. നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക് പഴയ ജന്മം ഉണ്ടെന്നൊക്കെ ഉള്ളത്. പിന്നെ നമുക്കെല്ലാം ഉണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ചില ചില തോന്നുന്നത്, ഇങ്ങനെ ചില ചില കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ പഴയ എവിടെയോ നമ്മൾ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എവിടെയോ ഈ സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോയല്ലോ. അതൊക്കെ നമ്മുടെ അതിന്റെ ആ ഒരു മെമ്മറിയാണെന്നാ പറയുന്നത്. നമ്മുടെ സോൾ ഒരിക്കലും ഡൈ ചെയ്യുന്നില്ലെന്നല്ലോ, മരിക്കുന്നില്ലെന്നല്ലോ ആത്മാവ്. ഞാനിങ്ങനൊക്കെ എന്തോ എനർജി നശിക്കുന്നില്ലെന്നുള്ളതാണ്. അതെ. ക്യാൻ നോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. എനർജി ക്യാൻ നോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. ആ ആ ആ വേറൊരു ഫോമിലോട്ട് ആക്കാൻ പറ്റത്തേ ഉള്ളെന്നാ. കൈനറ്റിക് എനർജിയെ പിന്നെ ഹീറ്റ് എനർജി മറ്റേ എനർജി അങ്ങനെ മാറ്റാനേ പറ്റത്തുള്ളൂ. പക്ഷേ എനർജി ഒരിക്കലും നശിക്കത്തില്ലെന്ന്. ഏ ആ ആ ആ ആ ആ ആ ആ ആ ഹീറ്റും ലൈറ്റ്. ആ ആ ആ അതാണ്. അപ്പൊ ഇനി വിളിക്കാൻ എന്തോനെ. എന്നാ ശരി മോനെ. മോനും എന്തുവാ കുറെ നേരമായില്ലേ. മോളുടെ പേരെന്തായിരുന്നു? മോന്റെ വൈഫിന്റെ പേരെന്തായിരുന്നു? തിരക്കിന്ന് പറയണേ. ആ അഡ്രസ്സ് പറഞ്ഞു. ഞാൻ ഇത് വാസുദേവനുള്ള ഇവന്റെ ഫ്രണ്ടാണ്, CPM കാരനാണ്. അങ്ങനെ വന്നേ അങ്ങനെ പറയണം അവിടെ. ഡോക്ടറിനോട് പ്രത്യേകം പറയണം. ഇവന്മാര് ഒരു സാക്ഷിയല്ല, ഒരു ഉണ്ടോ അല്ല ഒന്നുമല്ല, ഇവിടെ ഒന്നും വരുന്നോയൊന്നുമല്ല, ഇതാണെന്ന് പറയണം കേട്ടോ. ഇവന്റെ ഫ്രണ്ടാണെന്ന് പറയണം. മറ്റേ ആളാരോ. അത് തണ്ടാനാ, മണിയൻ തണ്ടാനാണ്. പക്ഷെ നീളമുള്ളൊരു മണിയൻ തന്നെയാണെങ്കിൽ ഇവിടെ ഒന്നും തേങ്ങയൊന്നും എടുത്തില്ല. അതും ഇവന്റെ തന്നെ ഫ്രണ്ടാണ്. ഇവിടെ ഒന്നും എപ്പോഴും ഒന്നും വരുന്നൊന്നുമല്ല. ഇങ്ങനെ എന്താ ഇവന്റെ എല്ലാ കാര്യങ്ങളൊന്നും അറിയാവുന്ന അങ്ങനെയൊന്നും ഉള്ള ഇതൊന്നും അല്ല. ഫ്രണ്ടാണെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം വീട്ടിലെ നാട്ടിലെ കാര്യങ്ങളെല്ലാം നാട്ടുകാരോടെല്ലാം പറഞ്ഞുകൊണ്ട് കിടക്കണം. അവിടെ പ്രമാണം എന്ത് ചെയ്യുന്നത് ഇതാണെന്ന് നോക്കി നമ്മള് അങ്ങനെ നിങ്ങൾ വാങ്ങിച്ച കാര്യം അവനോടൊക്കെ പറയാനുള്ള ഇതുണ്ടോന്ന് വെച്ചാൽ അവനും CPM കാരനാണ്. 2 CPM കാരനാണ്. ആ 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 അതിപ്പം നിങ്ങൾ ദൂരെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വരുന്നില്ലെന്നും കൊല്ലത്തും ഇവിടെ വരെ എന്നും വരാനും നോക്കാനും പറ്റത്തില്ല. ഇങ്ങനെ വഴക്ക് ബഹളമാണ്. നിങ്ങൾ അവിടെ കാണിക്കണം. ഞങ്ങളെ ഈ വീഡിയോ ഉണ്ടെന്ന് പറയണം. വക്കീലിനെ കൊണ്ട് പറയിക്കണം. ഇവന് ഞങ്ങളവിടെ ചെന്നാൽ ഞങ്ങളെ വടിയെടുത്ത് അടിക്കാൻ വരിക. പിന്നെ ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, എന്തെങ്കിലും ഉണ്ടാക്കിപ്പോയി. അതുകൊണ്ട് നമ്മൾ കഴിവത് ഒഴിവാക്കുവാണ്. കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ കോടതിയുടെ ഡിസിഷൻ ഇതാക്കിയിരിക്കും.